വൃത്തിനെ വിടുന്നില്ലേ? എബ്രഹാം പെണ്ണ് കാണാൻ അവൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി വൃത്തിനെ പറഞ്ഞു വിടുന്നതും അത് ആ വിഷയം സീരിയസ് ആയത് കാരണം അത് എബ്രഹാം അത് ഉടമ്പടിയായിട്ടാണ് വിടണത്, ഉടമ്പടി ചെയ്താൽ വിടണത്. ഉൽപ്പത്തി പുസ്തകത്തിന് 1:24 എടുത്തേ. അബ്രാഹത്തിന് പ്രായമേറെയായി. അബ്രാഹത്തിന് പ്രായമേറെയായി തുടങ്ങണത് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹത്തിന് ഇപ്പം പ്രായമായത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിപ്പുകാരനായിപ്പോയി. നമ്മൾ ഇരിപ്പുകാരനായപ്പോൾ പിന്നെ ദൈവം ഇരിപ്പുകാരനായി പോയിട്ടില്ലേ? അത് എബ്രാഹത്തിന് പ്രായമായി. എബ്രാഹത്തിന് ഇനി മകന് വേണ്ടി പെണ്ണ് കാണാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി, പ്രായമേറെയായി. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി? ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഉടമ്പടിയാക്കി കളഞ്ഞത്. അത് ഭാഗം വായിച്ചേ. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. ഉടമ്പടിയാകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ എടുക്കരുത് നമ്മൾ. അത് ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവവിശ്വാസമില്ലാത്ത സത്യദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളെ കൊണ്ട് അയാളെ ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത്. അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും. അതിനകത്ത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് പോകരുത്. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഓർക്കും ഈ കാലമല്ലേ ജാതിയോ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും. നോക്കാത്തവന് നോക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ്. അവൻ നോക്കിയിട്ടും കാര്യമില്ല. അവന് ദൈവത്തെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലാത്തവന് നമ്മളെന്തിനാണ് അടിച്ചേൽപ്പിക്കണത്? അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടും കാര്യമില്ല. പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുന്ന എന്ത് ചെയ്യണം? അവൻ ഇത് കണ്ടിട്ട് വീഴരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ